അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, അത് വലിയൊരു വിഷയമാണല്ലോ. എന്താണോ പ്രശ്നം ഇപ്പം എല്ലാവരും ഇപ്പൊ തലവെക്കുന്നുണ്ട്. വലിയ പരിഹാരമാണ് ഇപ്പൊ വരാൻ പോകുന്നുള്ളവർക്ക്. കാരണം ഒരുപാട് ടെസ്റ്റ് കൊടുത്ത് ഒന്നും ശരിയായിട്ടില്ല എന്നാണ് എല്ലാവർക്കും പരാതി. എല്ലാവരും പോകുമ്പോൾ പറയും ദയർക്കണേ, ഇത് 4ാമത്തെ ടെസ്റ്റാണ്, ഇത് 5ാമത്തേണ്, 6ാമത്തേണ് എന്നൊക്കെ പറയും. അപ്പോ ഇതിന് മൂപ്പരുടെ പരിഹാരം എന്താണ് നോക്കൂ, നിങ്ങൾ കേട്ടോളൂ. ദുബായിലുള്ള പെണ്ണൊക്കെ ചോദിക്കുന്നു, ദുബായിലുള്ള ഭർത്താവ് പലതവണ ഡ്രൈവിംഗ് ലൈസൻസിനായി ശ്രമിച്ചിട്ടും ലഭിച്ചിട്ടില്ല. അത് ലഭിക്കാനായി എന്തു ചെയ്യണം? ഉത്തരം സൂറത്തുൽ അൻഫാലിലെ 66ാമത്തെ ആയത്ത്, الآن خفف الله عنكم وعلم أن فيكم ضعفا فإن يكن منكم 100 صابرة يغلبوا 200 وإن يكن منكم 1000 يغلبوا 2000 بإذن الله والله مع الصابرين. എല്ലാ ഫർദ് നിസ്കാരത്തിന്റെ ശേഷവും 3 തവണ ഓതുക. എല്ലാ ഫർദ് നിസ്കാരത്തിന്റെ ശേഷവും ഈ ആയത്ത് 3 തവണ ഓതുക. വെള്ളിയാഴ്ച അസറിന്റെ ശേഷം തുടങ്ങേണ്ട ടൈമുണ്ട്. വെള്ളിയാഴ്ച അസറിന്റെ ശേഷമാണ് ഓതി തുടങ്ങേണ്ടത്. അടുത്ത വെള്ളിയാഴ്ച ജുമ കഴിയുന്നത് വരെ എല്ലാ നിസ്കാര ശേഷവും ഓതി ദുആ ചെയ്യുക. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതാണ്. കണ്ടോ, ഒരു ഗ്യാരണ്ടി കൊടുത്തു. എന്താണ് ഇതിലിപ്പോ ആയത്തിൽ എന്താ പറയുന്നത്? യുദ്ധരംഗത്ത് നിങ്ങൾ ഇത്ര ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ആളുകളെ വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് അല്ലാഹു തആല പറഞ്ഞതിന്റെ ശേഷം പിന്നെ പറയണ്, അതിൽ അള്ളാഹു ഒരു ഇളവ് വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ദുർബലരാണെന്ന് അള്ളാഹുവിന് അറിയാം. നിങ്ങളിൽ ക്ഷമാലുക്കളായ 100 ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് 200 ആളെ ജയിച്ചടക്കാം. ആദ്യത്തെ ആയത്തിൽ പറഞ്ഞിരുന്നത് 100 ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 ജയിച്ചടക്കാം എന്നായിരുന്നു. ഇപ്പൊ പറഞ്ഞു അത് കുറച്ചും കൂടി കുറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 100 ക്ഷമാലുക്കൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ 200 ആളുകളെ, ശത്രുക്കളെ നിങ്ങൾക്ക് ജയിച്ചടക്കാം. നിങ്ങളിൽ ക്ഷമയുള്ള 1000 ആളുണ്ടെങ്കിൽ 2000 ആളുകളെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നിങ്ങൾക്ക് ജയിച്ചടക്കാം. അള്ളാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ് എന്ന് പറയുന്ന ആയത്താണ് എന്തു പറയുന്നത്? എല്ലാ ഫർദ് നിസ്കാരത്തിന്റെ ശേഷവും 3 തവണ ഓതുക. എന്തെങ്കിലും ഒരു ബന്ധം ഈ ആയത്തിലൂടെ കാണുകയാണെങ്കിൽ സുഹൃത്തുക്കൾ ഇരുന്നിപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ ക്ഷമിച്ച് ഇനിയും ശ്രദ്ധയോടുകൂടെ എന്ത് ചെയ്യും? ഡ്രൈവിംഗ് തുടരിൻ. അള്ളാഹു തആല ശരിയാക്കി തരും. നിങ്ങൾ ദുആ ചെയ്തോളിന്നല്ലേ? അള്ളാഹു മഅസ് സാബിരീൻ, ക്ഷമാലുക്കളുടെ കൂടെയാണ്. അപ്പൊ ആ രൂപത്തിൽ അതിന് പരിഹാരം.